കൃഷ്ണകുമാറിന്റെ ഓർമ്മക്കുറിപ്പുകളായ ഭൂതക്കാറ്റ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് വായനശാല അങ്കണത്തിൽ വെച്ച് ഗ്രന്ഥകാരിയുടെ അമ്മയായ ലീലാകുമാരൻ നിർവഹിച്ചു. ചടങ്ങിൽ അക്ഷരവായനശാല സെക്രട്ടറി EV സുജനപാൽ സ്വാഗതം പറഞ്ഞു. അക്ഷരവായനശാല പ്രസിഡന്റ് CN സദാശിവൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം TR വിനോയ് കുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പുസ്തക പരിചയപ്പെടുത്തലും പ്രസാധക മൊഴിയും അക്ഷരദീപം മാനേജിംഗ് എഡിറ്റർ T വിജയൻ നിർവഹിച്ചു. മോഡേൺ ഹോസ്പിറ്റൽ സ്റ്റാഫായ BG ദേവരാജ് പുസ്തകം ഏറ്റുവാങ്ങൽ ചടങ്ങ് നടത്തി. അക്ഷരദീപം പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രിയങ്ക പവിത്രൻ, പ്രശസ്ത കവയിത്രി ഗീത മേലെടുത്ത്, വാർഡ് മെമ്പർ നിഷ അനിൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. ഷീജ കൃഷ്ണകുമാർ മറുപടി പ്രസംഗം നടത്തി. അക്ഷരവായനശാല എക്സിക്യൂട്ടീവ് മെമ്പർ ഉദയൻ KS നന്ദിയും പറഞ്ഞു. BG ദേവരാജന് സ്വാഗതം ആശംസിക്കുന്നു. ആശംസകൾ അർപ്പിക്കാനെത്തിയിട്ടുള്ള അക്ഷരദീപത്തിൻ്റെ പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീമതി പ്രിയങ്ക പൗത്രന് സ്വാഗതം ആശംസിക്കുന്നു. കവയത്രി ശ്രീമതി ഗീത മേലേടത്തിന് സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ വാർഡ് മെമ്പർ ശ്രീമതി നിഷ അനിലിന് വായനശാലയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ഗ്രന്ഥകാരിയായ ശ്രീമതി ഷീജ കൃഷ്ണകുമാറിന് സ്വാഗതം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. വായനശാലയുടെ പരിപാടികൾ സുഭാഷ് ചന്ദ്രൻ അടക്കം പങ്കെടുത്തുകൊണ്ട് തൊട്ടപ്പുറത്ത് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിലെ 2 കുട്ടികൾ അവർ ഇന്ന് ഉന്നതമായ ജോലികളിലൊക്കെ ഏർപ്പെടുക. അപ്പോൾ അന്ന് അതിൻ്റെ രക്ഷകർത്താവ് നമ്മളുടെ വായനശാലയുടെ മുഖ്യ പ്രവർത്തനം കൂടിയായ ചേട്ടനോട് ഇരിപ്പുണ്ട്. ഈ വായനശാല ഉണ്ടായതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിന് മറ്റൊരു തലത്തിൽ നിറം വെച്ചതെന്ന് അദ്ദേഹം പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നു. അപ്പോൾ ഈ വായനശാല മുറ്റം എന്ന് പറയുന്നത് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഇടമാണ്. ഒരു വായനശാല മുറ്റത്ത് വെച്ച് നമ്മൾ ഈ പഴയ വസ്ത്രങ്ങൾ ധരിക്കണം, പുതിയ പുസ്തകങ്ങൾ വാങ്ങണമെന്നൊരു വാചകമുണ്ട്. പഴയ വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത്, വാങ്ങേണ്ടത് പുതിയ പുസ്തകങ്ങളാണ്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ പുതിയ പുസ്തകങ്ങൾ വാങ്ങില്ല, പുതിയ വസ്ത്രങ്ങളാണ് വാങ്ങുക. ഒരു നാടിൻ്റെ അകത്ത് സർവകലാശാലയാണ് വായനശാല, നാട്ടകത്ത് സർവകലാശാലയാണ് വായനശാല. ഈ കോളേജുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ നമ്മളുടെ മക്കളായിട്ടുള്ളവരൊക്കെ കോളേജിൽ പഠിക്കുന്നവർ അവരുടെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ സ്കൂളിലെ അല്ലെങ്കിൽ കോളേജിലെ ക്ലാസ് മുറിയിലേക്ക് പോകും. PGക്ക് പഠിക്കുമ്പോൾ അവർ ക്ലാസ് മുറിയിലേക്ക് പോകും. പക്ഷേ മഹാരാജാസിലെ PhD പഠിക്കുന്നൊരു കുട്ടി എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ അവൻ ആ ക്യാമ്പസിൽ കയറിയിട്ട് ലൈബ്രറിയിലേക്കാണ് പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠനത്തിൻ്റെ ഉന്നതമായ അവസ്ഥ സംഭവിക്കുന്നത് ഏത് ക്യാമ്പസിലും അവിടുത്തെ വായനശാലയിലാണ്. അങ്ങനെ അതുകൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ വായനശാലകൾ വരുന്നത്. അപ്പോൾ വായനശാല നാട്ടിലെ ഒരു സർവകലാശാലയാണ്, ഉന്നത വിദ്യാഭ്യാസം നടക്കേണ്ട ഇടമാണ്. പ്രാഥമിക വിദ്യാഭ്യാസം, അംഗൻവാടി തലത്തിലുള്ള വിദ്യാഭ്യാസമല്ല, ഉന്നത വിദ്യാഭ്യാസം, വിവിധ റെഫറൻസുകൾ, ഒരുപാട് പുസ്തകങ്ങളുള്ളൊരു വായനശാലയാണ്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ്. ഇപ്പോൾ വായനാ വസന്തം പോലുള്ള കാര്യങ്ങൾ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. വീടുകളിലേക്കൊക്കെ പുസ്തകം എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഈ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലൊക്കെ വായനാ വസന്തത്തിൻ്റെ ഭാഗമായി ഈ പുസ്തകം ഈ വീടുകളിലേക്ക് എത്തിക്കിട്ടൊക്കെ എത്രയും മുമ്പ്, എനിക്ക് തോന്നുന്നു പാലക്കാട് നിന്ന് വന്ന ആളുകൾക്ക് അറിയുമെന്നറിയില്ല, ഒരു രാജേഷ് മാഷുണ്ട്. രാജേഷ് മാഷ് തൻ്റെ വയ്യാത്ത ശരീരവും വെച്ച് ഈ പുസ്തകങ്ങൾ വീടുകളിലും കുട്ടികൾക്കിടയിലും എത്തിക്കാൻ തുടങ്ങിയിട്ട്, അപ്പുണ്ണിയേട്ടൻ വായനശാലയുടെ രാജേഷ് മാഷ് എത്തിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പുസ്തകങ്ങളുമായി രാവിലെ തന്നെ ഇറങ്ങും ഈ മനുഷ്യൻ, എന്നിട്ട് എല്ലാ വീടുകളിലും എത്തിക്കും. അത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് ഇത്തരത്തിൽ പ്രോജക്റ്റായി മാറിയതിന് ശേഷമേ നമ്മളുടെ വായനശാലകൾക്ക് പോലും ഏറ്റെടുക്കാൻ പറ്റുന്നുള്ളൂ. പുസ്തകങ്ങൾ വീടുകളിലേക്ക് എത്തണം. പുസ്തകം എന്ന് പറയുന്ന പോക്കറ്റിനുള്ളിലെ പൂന്തോട്ടമാണ്. നിങ്ങൾക്ക് പോക്കറ്റിൽ ഒരു പൂന്തോട്ടം സൂക്ഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പുസ്തകമാണ്. വായന വസന്തമാകും. ഇപ്പോൾ ഈ ലെറ്റ് ദ റീഡിങ് ബിഗിൻ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ പുസ്തകം പ്രകാശിതമാകുന്നതോടുകൂടി പുസ്തകം തുറക്കുകയാണ്. ഈ പുസ്തകം തുറക്കുക എന്ന് പറഞ്ഞാൽ ഈ മുട്ടൊക്കെ ഇങ്ങനെ, പൂമൊട്ടൊക്കെ ഇങ്ങനെ ഇരിക്കും, അതിന് സുഗന്ധം ഉണ്ടാവില്ല. അത് വിടരുമ്പോഴാണ് വസന്തം ഉണ്ടാവുന്നത്. എന്ന് വെച്ചാൽ പുസ്തകം തുറക്കുമ്പോഴാണ് അവിടെ സൗരഭ്യം ഉണ്ടാവുന്നത്, പൂ വിടരുന്ന പോലെ. അല്ലെങ്കിൽ ഈ പൂമ്പാറ്റ ചിറക് അടച്ചു വെച്ചിരിക്കുന്ന പൂമ്പാറ്റയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ചിറക് അടച്ചു വെച്ചിരിക്കുന്ന പൂമ്പാറ്റ, ഏതെങ്കിലും പൂവിൻ്റെ ദേഹത്ത് ഒരു പൂമ്പാറ്റ ചിറക് ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഒരു ഭംഗിയില്ല. വിടർന്ന ചിറകുള്ള പൂമ്പാറ്റയ്ക്കാണ് ഭംഗി. എന്ന് വെച്ചാൽ പുസ്തകങ്ങൾ ഇങ്ങനെ അടഞ്ഞ് വായനശാലയിൽ ഇരുന്നിട്ട് ഒരു ഭംഗിയില്ല, അത് വിടരുമ്പോഴാണ് അതിന് ഭംഗി വരുന്നത്. അതുപോലെ ഈ പുസ്തകം പ്രകാശിതമാകുമ്പോൾ അത് പ്രകാശനം നമ്മൾ സാധാരണ കവറിൻ്റെ പുറംചട്ട പൊളിച്ചിട്ട് ഇങ്ങനെ കവറ് മാത്രം ഇങ്ങനെ എടുത്ത് കാണിക്കും.
പുസ്തകങ്ങൾ വിടർത്തിയാണ് പ്രകാശനം ചെയ്യേണ്ടത്. അത് വിടരണം, പൂ വിടരുന്ന പോലെ വിടരണം. അപ്പോൾ അതിൽ നിന്നും സൗരഭ്യം ഉണ്ടാവും, അത് പടരണം. അങ്ങനെ പടർന്നാൽ അത് അടുത്ത തലമുറയെ വല്ലാത്ത തലത്തിലേക്ക് എത്തിക്കും. ഇന്ന് വിഭജനവും വിദ്വേഷവും ഒക്കെ എല്ലാത്തിൻ്റെ മേലിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലത്ത് മനുഷ്യൻ ഒരുമിച്ചിരിക്കേണ്ടതിൻ്റെ ആവശ്യം. ഈ കോവിഡ് വരുമ്പോൾ മാത്രമല്ല മനുഷ്യൻ ഒരുമിച്ചിരിക്കേണ്ടത്. കോവിഡ് വരുമ്പോൾ നമുക്ക് ഭയങ്കര ശാസ്ത്രബോധം വരും. വാക്സിനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. കോവിഡ് കഴിയുമ്പോൾ നമ്മുടെ ശാസ്ത്രബോധമൊക്കെ പോയി നമ്മൾ വീണ്ടും അന്ധവിശ്വാസങ്ങളുടെ പുറത്തേക്കൊക്കെ അങ്ങോട്ട് പോകും. എല്ലാം അങ്ങനെ പോകും. ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ട ഒരു വർത്തമാനം, ഡോക്ടർ സിദ്ദിഖിൻ്റെ വർത്തമാനം, തിരുവനന്തപുരത്ത് വെച്ച് ഡോക്ടർ സിദ്ദിഖിൻ്റെ വർത്തമാനം, നല്ലൊരു നവോത്ഥാന പ്രഭാഷകൻ. പക്ഷെ അദ്ദേഹം വളരെ വിഷമത്തോട് പ്രസംഗിക്കുകയാണ്. അദ്ദേഹം പ്രസംഗിക്കാൻ വരുന്ന വീടിൻ്റെ നടന്നു വരുന്ന വഴിയുണ്ടല്ലോ, ആ വഴിയിലാണ് അത്രയും മണിയണ്ണൻ്റെ വീട്. മണിയണ്ണനെ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. നമ്മൾ ഈ അടുത്ത കാലത്ത് കേട്ട ഗോപൻ സ്വാമി ഉണ്ടല്ലോ, സമാധി സ്വാമി. ആ സമാധി സ്വാമി, ഗോപൻ സ്വാമിയുടെ ശരിക്കും പേര് മണിയണ്ണൻ എന്നാണ്. അപ്പോൾ ഈ മണിയണ്ണന്മാർ ഒരുപാട് ജനിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലം. നമുക്കറിയാം, ഈ അടുത്ത ദിവസം ഒരു കൊച്ചിനെ എടുത്ത് കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. ആ കുട്ടി മുണ്ടനം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് പരിശോധിച്ചപ്പോഴാണ് ആ കുട്ടിയാണ് ആ വീടിനെ ഏറ്റവും വലിയ ദോഷമുണ്ടാക്കാൻ പോകുന്നതെന്ന് ഏതോ ജ്യോത്സ്യം പറഞ്ഞത്രേ. ആ ജ്യോത്സ്യം പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ വലിച്ചെറിഞ്ഞത്. ഗ്രീഷ്മ എന്നൊരു കുട്ടിയെ എന്താ പറയുക, ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധിച്ചു വെച്ചിട്ടുണ്ട്. ഈ വിവാഹം നടക്കരുത്, ഈ വിവാഹം നടക്കാതെ വേറൊരു വിവാഹം നടക്കണമെന്നൊരു ജ്യോത്സ്യൻ പറഞ്ഞത്രേ. അപ്പോൾ നാടിങ്ങനെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ നാടിങ്ങനെ പുറകോട്ട് പോകുമ്പോൾ അന്ധവിശ്വാസങ്ങളൊക്കെ നമ്മൾ പുറകോട്ട് പിടിച്ചു വലിക്കുമ്പോൾ ഈ ശാസ്ത്രബോധവും യുക്തിചിന്തയും തെളിഞ്ഞ ജീവിതവും തെളിഞ്ഞ ചിന്തയും ഒക്കെ ഉണ്ടാകുന്ന വിധത്തിലുള്ള മനുഷ്യൻ ജനിക്കണമെങ്കിൽ അത് വായനശാലകളിലൂടെ അതിൻ്റെ പരിസരങ്ങളിലേ ഉണ്ടാവുകയുള്ളൂ. ഈ നാടിൽ ഈ വായനശാല വന്നതിന് ശേഷം ഉണ്ടായ മാറ്റം, ഈ നാടിന് നമുക്ക് വേണമെങ്കിൽ വായനശാലക്ക് മുമ്പും വായനശാലക്ക് പിമ്പും എന്ന് വേണമെങ്കിൽ ചേർക്കാൻ പറ്റും. ഞാൻ വരുന്ന പ്രദേശത്തായാലും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്തായാലും ആ പ്രദേശത്തെ വായനശാലക്ക് മുമ്പും വായനശാലക്ക് പിമ്പും എന്നാണ് നമ്മൾ പറയുക. പരീക്ഷ എന്ന് പറഞ്ഞാൽ വേറൊരു ജാതി, ജാതിയും ഉപജാതിയും. പണ്ടൊക്കെ പറയും നായരെ കണ്ട ഓടി ഓടിക്കാം, തണ്ടാരെ കണ്ട തല്ലുകൊള്ളേണ്ടി എന്ന് പറയും. ഇങ്ങനെ ജാതിയും ഉപജാതിയും ഒക്കെ ചേർന്നിട്ട് നമ്മുടെ നാട് ഏറ്റവും കലുഷിതമായ കാലത്ത് അതൊക്കെ മാറി മനുഷ്യൻ ഒരുമിച്ചിരിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തപ്പെടുന്ന ഒരു നിമിഷത്തിൽ ആ വായനശാലയുടെ മുറ്റത്ത് വെച്ച് ഒരു പുസ്തകം പ്രകാശിതമാവുകയാണ്. ഭൂതക്കാറ്റ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. പുസ്തകം ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് പുസ്തകത്തെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റാതുള്ളൂ. പക്ഷേ പുസ്തകം എഴുതിയ ആൾ എൻ്റെ ഒപ്പം പഠിച്ചിട്ടുള്ളതാണ്. അത് എനിക്ക് ഈ അവസരത്തിൽ പറയാൻ പറ്റുള്ളൂ. കാരണം എനിക്കത് ഓർമ്മയിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ രണ്ട് ഡിവിഷനുകളിലായി. ഞാൻ കഴിഞ്ഞ ദിവസം ഇതേനോട് ചോദിച്ചു, ഒരേ ഡിവിഷൻ. അപ്പോൾ വളരെ ആത്മാർത്ഥതയോടുകൂടി തന്നെ നമുക്ക് ഈ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. പുസ്തകത്തെക്കുറിച്ചൊന്നും പറയാതെ ഇരിക്കുന്നത് അതുകൊണ്ടാണ്, മറ്റു വിഷയങ്ങൾ പറഞ്ഞു പോയത് അതുകൊണ്ടാണ്. പുസ്തകം കണ്ടിട്ടില്ല. ഭൂതക്കാറ്റ് എന്തായാലും ഓർമ്മകളാണെന്നെങ്കിൽ ആ ഓർമ്മകൾ വളരെ നനുത്ത ഓർമ്മകൾ തന്നെയായിരിക്കും. ഈ പ്രദേശം നിങ്ങളിങ്ങോട്ട് വന്ന ആളുകൾ കണ്ടു കാണുന്നത് കയറി വരുമ്പോൾ പാനായിക്കുളം ഗ്രാമം റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ വാക്കുകളിലാണ് എഴുതിപ്പെട്ടെങ്കിലും ഈ പ്രദേശത്തെ പൊതുപ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുഴുപ്പുള്ളി മുതൽ പള്ളിപ്പുറം വരെയുള്ള പ്രദേശത്തിൻ്റെ ഒരു നേതൃത്വത്തിൽ നിന്നിരുന്ന ഒരു കവിയായിരുന്നു പാനായിക്കുളം കുഞ്ഞിരാമൻ. കവിയുടെ പേരിലുള്ള വഴിയിലൂടെയാണ് നമ്മൾ ഇങ്ങോട്ട് കടന്നത്. ഇപ്പോഴും നിങ്ങൾ ചെന്നാൽ ഈ വായനശാല ഉണ്ടെന്നോ പാനായിക്കുളം വാരൻ്റെ പുസ്തകത്തിൻ്റെ അകത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ഈ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കവി, വലിയ പ്രസിദ്ധരായ കവിയൊന്നുമല്ല, പക്ഷെ ആ കവിയുടെ പേരിലുള്ള വഴിയിലൂടെ ഇങ്ങോട്ട് വന്ന് അക്ഷരയുടെ പേരിലുള്ള വായനശാലയുടെ മുറ്റത്ത് ഈ പുസ്തകം പ്രസാദനം ചെയ്യാൻ സാധിച്ചിട്ടുള്ള സന്തോഷമുണ്ട്. അതിൽ നീട്ടുന്നതിൽ ഒരുപാട് പേര് ഇനിയും സംസാരിക്കാനുണ്ട്. എന്തായാലും ഈ എഴുത്ത് എന്ന് പറയുന്നത് വല്ലാത്ത ഒരു അനുഭവമാണ്. അത് മറ്റൊരു ജീവിതമാണ് നിൽക്കുന്നത്. എനിക്ക് രണ്ട് ജീവിതം ഉണ്ടാവും ഒരു പുസ്തകം വായിച്ചാൽ. നിങ്ങൾ 3 പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ഉണ്ടാവും, പിന്നെ 3 ജീവിതവും ചേർത്ത് 4 ജീവിതം ഉണ്ടാവും. നിങ്ങൾ 100 പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് 101 ജീവിതം ഉണ്ടാവും. നിങ്ങൾ പുതിയ ജീവിതമാണ് ഉണ്ടാക്കുന്നത്. തുടക്കാറ്റ് എല്ലാവരും വായിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ജീവിതം കൂടി ഈ പ്രദേശത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രാദേശിക ചരിത്രവും ഒരുപക്ഷെ അതിൻ്റെ അകത്ത് ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പ്രദേശത്തിന് അതിൻ്റേതായ പ്രാദേശികമായ പ്രത്യേകതയുള്ളൊരു പ്രദേശമാണ്. അത് വളരെയധികം പ്രത്യേകതയുള്ള പ്രദേശമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ അതിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടും ചരിത്രപരമായിട്ടും എന്താ പറയുക, ഇവിടേക്കുള്ള ഓരോ ചെടികൾക്ക് പോലും എന്തെങ്കിലും പറയാനുണ്ടാവും. എൽപിയൊക്കെ പ്രിയപ്പെട്ട എഴുത്തുകാരെ, വായനക്കാരെ, കാരണം അങ്ങനെ പറയാൻ കാരണം ഒരു വായനശാല എപ്പോഴും ആ നാടിൻ്റെ സാംസ്കാരിക കേന്ദ്രമായിരിക്കും. ആ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെല്ലാവരും ഒന്നുകിൽ വായനക്കാരല്ലേ എഴുത്തുകാർ, അതല്ലാത്ത ആളുകളൊന്നും അങ്ങോട്ട് കടന്നു പോകില്ല. കാരണം അവർക്കത് തീരെ പറ്റാത്തൊരു സ്ഥലമാണ്. ഇതൊക്കെ ഒരു ആവശ്യമില്ലാത്തൊരു പരിപാടിയാണ് എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് നാട്ടിൽ.
അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ വായനശാലയെ ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ പുസ്തക പ്രകാശനമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ വരാനും ഇതിൽ പങ്കെടുക്കാനും അതിനുവേണ്ടി കുറെ സമയം ചെലവഴിക്കാനൊക്കെ തയ്യാറായ ആളുകൾ ഇത്രയും ആളുകൾ വന്നു എന്ന് കണ്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഞാൻ പുസ്തക പ്രസാധകനാണ്, എഴുത്തുകാരനല്ല, വായനക്കാരനാണെന്ന് വേണം പറയാം. പക്ഷെ എന്നാൽ എനിക്ക് എഴുത്തിനുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു പരിപാടി ഒരു 8 വർഷം മുമ്പേ ഒരു മാസികയായിട്ട് തുടങ്ങിയത്. അക്ഷരദീപ് ഒരു മാസിക. അതിൽ എഴുത്തുകാരുടെ നിർബന്ധം കാരണമാണ് പിന്നെ പുസ്തക പ്രകാശനത്തെ പ്രസാധനത്തിലേക്ക് കടന്നത്. ഇതിലിപ്പോൾ ഈ പുസ്തക പ്രകാശനം നേരത്തെ സ്വാഗതം പറഞ്ഞ ആൾ പറഞ്ഞു, പുസ്തകം പബ്ലിഷ് ചെയ്യുന്ന വഴിയിൽ ഒരുപാട് അഴിമതികളും തട്ടിപ്പുകളൊക്കെ നടക്കുന്നുണ്ട്, പോലീസ് കേസൊക്കെ വന്നതാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഞങ്ങൾ അക്ഷരദീപം ഈ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുക എന്നുള്ള രംഗത്തേക്ക് കടന്നു പോകുന്നത്. പുസ്തകം ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുക, ഒരു പൈസ വേണ്ട, പുസ്തകം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര പുസ്തകമാണ് വേണ്ടത് ആ പുസ്തകം പൈസ കൊടുത്ത് വാങ്ങിച്ചത്. കാരണം പല ആളുകൾക്കും ഇന്ന് എല്ലാവരും പുസ്തകം ചെയ്യുന്നുണ്ട്. പൈസ കയ്യിലുണ്ടോ പുസ്തകം ചെയ്യാം, എത്ര പുസ്തകം വേണം ചെയ്യാം, നോവലോ ചെറുകഥയോ കഥയോ എന്ത് വേണേൽ ചെയ്യാം. കാരണം എഴുതാനുള്ള ആളുകൾ വേറെ ഉണ്ട്, കണ്ടന്റ് റൈറ്റേഴ്സ്. നമുക്ക് വേണ്ട നോവൽ എന്തുകൊണ്ട് എഴുതരാൻ ആളാണ്, പൈസ കൊടുത്താൽ മതി. അപ്പൊ അങ്ങനെ ഒരു പണക്കാരന്റെ മാത്രം കുത്തകയും കൊണ്ട് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുകയും അത് വിൽക്കപ്പെടുകയും ലൈബ്രറികളിലേക്ക് നിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി ഇത്രയും എന്താ പറയുക ലളിതമായിട്ടുള്ളൊരു ഫംഗ്ഷനിൽ ഒരു പുസ്തകം കൂടെ പ്രകാശനം ചെയ്യുന്നത്. അത് ഷീജ കൃഷ്ണകുമാർ അവരുടെ എഴുത്തിനെ പറ്റിയും കൂടെ പറയാം. പ്രസാദക മൊഴി പറയുമ്പോൾ എനിക്ക് ഇതിന്റെ ഒരു പുസ്തകം പരിചയപ്പെടുത്തലും കൂടെ എന്റെ ഉത്തരവാദിത്തത്തിൽ വരുന്നുണ്ടോ. ഈ സാധാരണ എഴുത്തുകാർ നമുക്ക് മലയാളം എഴുതാൻ അറിയുന്ന എല്ലാവർക്കും എഴുതാൻ സാധിക്കും. അതിൽ സാഹിത്യം എന്നുള്ള സംഭവം വരണമെങ്കിൽ നമുക്ക് സർഗാത്മകത എന്നുള്ള ഒരു ജന്മസിദ്ധമായ കഴിവുകൂടെയാണ്. അതുള്ളവർക്ക് അത് സാധിക്കും, എല്ലാവർക്കും സാധിക്കുന്നു. പക്ഷെ ഈ സർഗാത്മകത ഉണ്ടായാൽ മാത്രം എഴുതാൻ പറ്റില്ല, അതിന് നമുക്ക് നല്ല വായന വേണം. വായന മാത്രം പോരാ, അതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള കുടുംബത്തിലും പുറത്തും നാട്ടിലും ഒക്കെ അതിനുള്ള സൗകര്യങ്ങളുമാണ്. ഇതുപോലുള്ള വായനശാല പോലുള്ള കാര്യങ്ങളുമാണ്. ഇതൊന്നും ഇല്ലാത്ത ഒരാൾക്ക് സർഗാത്മകത ഉണ്ടായതുകൊണ്ട് മാത്രം എഴുതാനൊന്നും സാധിച്ചൊന്നുമില്ല, അത് സാധിക്കില്ല, പുസ്തകം പ്രകാശനം ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ആളുകൾ പെട്ടെന്ന് കഥയിലേക്ക് കടന്നു വരാതെ അവർക്ക് ഏറ്റവും ലളിതമായി എഴുതാൻ പറ്റുന്നത് എന്തായാലും എഴുത്തിന്റെ ഒരു കഴിവ് അവർ മനസ്സിലുണ്ടെങ്കിൽ അവർക്ക് എഴുതാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സാഹിത്യ ശാഖയാണ് ഓർമ്മക്കുറിപ്പുകൾ. നമ്മുടെ ഓർമ്മയിലേക്ക് ഒരുപാട് നല്ല നല്ല സംഭവങ്ങളുണ്ട്, നമ്മുടെ അനുഭവങ്ങളുണ്ട്. ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുള്ള ആളുകളാണെങ്കിൽ അവർ ഇഷ്ടം പോലെ എഴുതാനുള്ള നിറച്ച് എഴുതാനുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ, പക്ഷെ ഇതൊക്കെ എഴുതി എവിടെ കൊണ്ടുപോകും, എവിടെ വെക്കും എന്നുള്ളൊരവസ്ഥ ഉണ്ടായിരുന്നു കേരളത്തിൽ. പക്ഷെ ഇപ്പം അത് സോഷ്യൽ മീഡിയ വന്നതോടെ, സോഷ്യൽ മീഡിയ ശക്തമായതോടെ അത് എഴുതാനുള്ള സൗകര്യങ്ങൾ വന്നു, വായിക്കുന്ന ആളുകൾക്ക് വായനക്കാർ ഇഷ്ടം പോലെ വന്നു, എഴുത്തുകാർ ഒരുപാട് കൂടി. പക്ഷെ ഇതിലധികം ആളുകൾ കവിതകളാണ് എഴുതുന്നത്. പക്ഷെ ഈ ഓർമ്മക്കുറിപ്പുകൾ എന്നുള്ളൊരു ശാഖ നമുക്ക് എഴുതി തുടങ്ങുന്നവർക്ക് പറ്റിയ ഏറ്റവും നല്ല ഒരു ശാഖയാണ്. കാരണം വലിയൊരു സാഹിത്യ ബോധമൊന്നും നമുക്ക് ആവശ്യമില്ല, നമുക്ക് എഴുതാം. നമുക്ക് എന്തുകൊണ്ടായി സർഗാത്മക നേരത്തെ പറഞ്ഞ ആ സാധനം നമുക്ക് ഇൻബോണായിട്ട് കിട്ടുന്ന ഒരു ടാലന്റാണ്. അത് മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിക്കും. ഈ ഷീല കൃഷ്ണകുമാർ അത് ഉണ്ടെന്ന് മനസ്സിലായത് നമ്മുടെ ഒരു ഞങ്ങൾക്ക് മാസികയുണ്ട്, അത് കൂടാതെ ഡിജിറ്റൽ മാസികയുണ്ട്, പ്രിന്റ് മാസികയുണ്ട്. ആ പ്രിന്റ് മാസികയിൽ കാണുന്നുണ്ട് ആദ്യമായിട്ട് അവരിങ്ങനെ നമ്മളെ ഒരു രചന അയച്ചു വന്നത്. ഇപ്പോൾ പ്രിയങ്ക പൈത്രനാണ് ഇവരൊക്കെയാണ് ഇവർ പരിചയപ്പെടുത്തിയത്. നന്നായിട്ടുണ്ടായിരുന്നു. കാരണം അവർ അമ്മായി പ്രാന്തിച്ചി എന്ന് പറഞ്ഞൊരു കഥയാണ് അയച്ചത്. അമ്മായി പ്രാന്തിച്ചി വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഇവരെ മനസ്സിൽ, ഇവരുടെ ഉള്ളിൽ നല്ലൊരു കഴിവുണ്ട്, എഴുതാനുള്ളൊരു കഴിവുണ്ട്. പക്ഷെ അവർക്ക് അതിനുള്ള ഒരു ശരിക്കുള്ളൊരു എന്താ പറയുക പശ്ചാത്തല സൗകര്യങ്ങൾ ഇല്ലാത്തൊരു പ്രശ്നം. നമുക്കത് ശരിയാക്കി എടുക്കാം എന്നുള്ളവർക്ക് നമ്മൾ ആദ്യം തന്നെ ഡിജിറ്റൽ പതിപ്പ് കൊടുത്തു. പിന്നെ അവരുടെ ഇതേപോലെ ഒരു സംഭവം കൂടി എഴുതി, അത് നമ്മുടെ പ്രിന്റ് മാസികയിൽ വന്നു. പിന്നെ നമ്മുടെ കൂട്ടായ്മ സമാഹാരങ്ങളിൽ വന്നു. അങ്ങനെ കൂടെ വന്നിട്ട് ലാസ്റ്റാണ് ഇവർ ഒരു പുസ്തകം ചെയ്യാന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയത്. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും എഴുത്തുകാരല്ലാത്ത ആളുകൾ ഇതിലുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരാളുകൾ എഴുത്തുകാരായിരിക്കും, ഇല്ലാത്ത ആളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതി തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല സംഭവം ഈ ഓർമ്മക്കുറിപ്പുകളാണ്. നമ്മുടെ ഓർമ്മകളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ വായനക്കാരനത് എങ്ങനെ ആസ്വദിക്കാൻ സാധിക്കും എന്ന് കൂടെ ആലോചിക്കണം. നമ്മൾ വായനക്കാരനെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പ്രസാധകർ ചെയ്യുക. പക്ഷെ എഴുത്തുകാരനൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ഇന്നാണ് ഇന്ന് എന്തോ കാര്യത്തിൽ വരാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ തന്നെ പരിചയപ്പെട്ടത് ഒന്ന്, ഈ പുസ്തകം ഒരുപാട് തവണ ഷീജ വിജയും ഷീജ കൃഷ്ണകുമാർ വായിച്ചതിലും കൂടുതൽ വായിച്ചാൽ ഞാൻ തന്നെ ആയിരിക്കും. കാരണം ഇത് ചെയ്യുന്ന സമയത്തും ഇതിന്റെ ഓരോ ഭാഗങ്ങളിലും പ്രൂഫ് റീഡിങ് വരെയുള്ള എല്ലാ ഭാഗത്തും നമ്മളിതിങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഞാൻ തന്നെ പറയുന്നത് ഇതില് ശരിക്കും അവരുടെ കുട്ടിക്കാരുണ്ട്. അതിനുശേഷമുള്ള ഓർമ്മകൾ അവർക്ക് ഉണ്ടാവും. പക്ഷെ അതൊന്നും ഇവരിതിൽ പറഞ്ഞിട്ടില്ല. ഇവരാകെ 6 ഓർമ്മകളാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ ചെറിയൊരു പുസ്തകമായിട്ടാണ് ചെയ്തത്.
ഇവർക്ക് ഇനിയും ഓർമ്മകളും അനുഭവങ്ങളും ഇനി ഓർമ്മയില്ല അവർ അനുഭവക്കുറിപ്പുകളിൽ എഴുതാൻ ഇഷ്ടം പോലെ ഉണ്ടാകും. കാരണം അവർ ജോലി ചെയ്യുന്നത് അങ്ങനത്തെ ഒരു സ്ഥാപനത്തിലാണ്, ആതുര സേവന രംഗത്താണ് അവർ വർക്ക് ചെയ്യുന്നത്. ഒരുപാട് അനുഭവം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. അവർക്ക് ഇനിയും എഴുതാൻ സാധിക്കട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. ഒന്ന്, തുമ്പപ്പൂ കാലം എന്ന് പറയുന്നതാണ് ആദ്യത്തെ ഒരു അനുഭവം. അത് നമ്മുടെ ഓണക്കാലത്ത് നമ്മൾ പൂ പറിക്കാൻ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ ചെയ്തിരുന്ന പല കാര്യങ്ങളും നമ്മുടെ ഓർമ്മയിലേക്ക് എത്തിക്കുന്ന ഒരു അനുഭവം, ഓർമ്മക്കുറിപ്പാണ് ഈ തുമ്പപ്പൂക്കാലം. കാരണം നമ്മളൊക്കെ ഈ പൂക്കൂടൊക്കെ ഉണ്ടാക്കി പൂ പറിക്കാനൊക്കെ നടന്ന തുമ്പയും അങ്ങനെയുള്ള കുറേ ഈ പൂക്കളെ പേരുകളൊക്കെ ഞാൻ പറഞ്ഞ കൺഫ്യൂഷനാണ്. കാരണം ഞാൻ കോഴിക്കോട്ടുകാരാണ്, അവിടെ പറയുന്ന പേരായിരിക്കില്ല ഇവിടെ ഈ ഉണ്ടാവുക. തുമ്പക്കൊക്കെ തുമ്പാതിൻ്റെ പറയല്ലേ, തുമ്പല്ല വേറെ പേര് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് വിളിക്കാൻ മനസ്സിലാവില്ല, വേറെ ആയിരിക്കും മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ പേരുകളൊന്നും പറയുന്നില്ല. ഇവരിത് അങ്ങനെയുള്ള ആ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാണ്. ശരിക്കും വായനക്കാരനെ എന്താ പറയുക, ആ പഴയ കാലത്തിൽ കൊണ്ടുപോകുന്ന കൈ പിടിച്ച് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് തുമ്പപ്പൂ കാലത്തൂടെ അവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ കാറ്റു പറയും കാലം, അത് അമ്മയുടെ കൈ പിടിച്ചിട്ട് അമ്മ വീട്ടിലേക്ക് പോയൊരു കഥയാണ്. പണ്ട് കുട്ടിക്കാലത്ത് അമ്മൻ്റെ വീട്ടിലേക്ക് താമസിക്കാൻ വേണ്ടി പോകും കുട്ടികളൊക്കെ, സ്കൂളൊക്കെ വെക്കേഷനൊക്കെ ആയാലും. അങ്ങനെ പോകുമ്പോൾ അമ്മ വീട്ടിൽ നിന്ന് ഉണ്ടാകുന്ന ചില അനുഭവങ്ങൾ, ആ അവരുടെ സ്നേഹപ്രകടനങ്ങൾ, അത് ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് അതേക്കുറിച്ച് പറയുന്നത്. പിന്നെ അമ്മായി പ്രാന്തിച്ചി എന്നൊരു കഥ നേരത്തെ പറഞ്ഞത്. അമ്മായി പ്രാന്തിച്ചി പറഞ്ഞാൽ അവരുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു സ്ത്രീയായിരുന്നു. അവരങ്ങനെയാണ് ഇവർ കുട്ടിയാന്ന് വെച്ചാൽ അങ്ങനെ അമ്മായി പ്രാന്തിച്ചി എന്നാണ് അവർ വിളിച്ചുകൊണ്ടിരുന്നത്. അവരുടെ കഥകളും ഇവരായിട്ടുള്ള കണക്ഷനും അവർക്ക് ഭക്ഷണം കൊടുത്ത കാര്യങ്ങളും അവരുടെ സ്നേഹത്തിൻ്റെ കഥകളും ഒരു അയൽവാസി ഉണ്ടായിരുന്ന സ്ത്രീയുടെ ഒരു സ്നേഹവും ഒക്കെ അതിൽ പറയുന്നുണ്ട്. ഒരു നാട്ടിൻ പുറത്തിൻ്റെ ശരിക്കും എന്താ പറയുക, വളരെ നിഷ്കളങ്കമായിട്ടുള്ള മനുഷ്യരുടെ സ്വഭാവങ്ങളും പെരുമാറ്റ രീതികളും ഒക്കെയാണ് അതിൽ വിവരിച്ച് പറഞ്ഞിട്ടുള്ളത്. സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുന്നത്. കാരണം നമ്മുടെ ചേച്ചി ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന അവരുടെ ഒരു പുസ്തകം ഇന്ന് ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് പ്രകാശനം ചെയ്യപ്പെട്ടു എന്നുള്ളത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാനും കാണുന്നത്. കുറേ ദൂരത്തു നിന്നാണ് അവരുടെ ഈ ഒരു പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ ഞാനും വന്നത്. അതുപോലെ അക്ഷരദീപം പരിചയപ്പെടുത്തുകയാണ് ഷീജ കൃഷ്ണകുമാർ എന്ന എഴുത്തുകാരിയെ. ആദ്യം പറയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഇവിടെ ഈ പുസ്തകം പരിചയപ്പെടുത്താൻ എത്തേണ്ട റെജീന റഹ്മാൻ, അവരാണ് ഷീജയെ കുറിച്ച് എൻ്റെ അടുത്ത് പറയുന്നത്. ഒരു കഥ അയച്ചു തന്നിട്ട്, ഇപ്പൊ മാഷ് ഇവിടെ പറഞ്ഞ പോലെ ഒരു കഥ അയച്ചു തന്നിട്ട്, ഇത് ഇങ്ങനെ ഷീജ കൃഷ്ണകുമാർ കൊടുങ്ങല്ലൂരുള്ള ഒരാളാണ്, നീ ഒന്ന് വായിക്കണം, നമുക്ക് അക്ഷരദീപത്തിലേക്ക് വിജയമാഷോട് പറഞ്ഞ് നമുക്ക് നമ്മുടെ കൂടെ കൂട്ടാം എന്ന് പറഞ്ഞിട്ട് ആ കഥ വായിക്കുകയും അങ്ങനെ ഞങ്ങള് ശരി ഷീജയെ നമുക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് റെജീന റഹ്മാനാണ് അക്ഷരദീപത്തിന് നമ്മുടെ ഷീജയെ പരിചയപ്പെടുത്തി കൊടുക്കണം. അന്ന് മുതൽ ഷീജയുടെ എല്ലാ കാര്യങ്ങളും, ഇപ്പൊ ഈ ഒരു പുസ്തകം മാഷ് ചെയ്യുന്നവരെയും ഓരോ കാര്യങ്ങളും ഷീജേച്ചി വിളിച്ച് പറയായിരുന്നു. അപ്പൊ എൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാനും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വായനശാലയായിട്ട് നിങ്ങളുടെ നാട്ടിലെ വായനശാലയുമായിട്ട് ബന്ധപ്പെട്ട് ഇത് പ്രകാശനം ചെയ്യാം, അവരോട് പറയൂന്ന് വേണ്ട പോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ മാഷയായിട്ട് സംസാരിക്കുമ്പോഴും ഒക്കെ. എന്തായാലും ഒരുപാട് സന്തോഷം. എഴുത്തുകാരന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നിമിഷമാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഷീജേച്ചി സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടുണ്ടാവില്ല. കാരണം നമ്മൾ പറയുന്ന പോലെ ഒരു കുഞ്ഞ് നമുക്ക് ജനിക്കുമ്പോഴുണ്ടാകുന്ന അതേ ഒരു നിർവൃത്തിയാണ് ഇപ്പോഴും ഷീജയുടെ മനസ്സിലുണ്ടാവുക. എഴുത്തുകാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്തായാലും ഷീജേച്ചീനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച നിങ്ങളെല്ലാവരോടും, അക്ഷര വായനശാലയോടും, അതുപോലെ ഞങ്ങളുടെ ഷീജേച്ചിയുടെ ഈ ഒരു പുസ്തകം ഇത്രയും വലിയ എത്തിച്ച വിജയമാഷ്, ഞങ്ങളുടെ എല്ലാം വിജയമാഷ്. അക്ഷരദീപത്തിന്റെ എഴുത്തുകാരിയാണ് ഞാനും. പാലക്കാട് ജില്ലയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. മാഷയുടെ വൈഫ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചർ, അതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗീത ടീച്ചർ കവയിത്രിയാണ്. ഇവരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ചടങ്ങ് ചെയ്യാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ് വായനശാലയോടും ഒപ്പം നമ്മുടെ ഷീജേച്ചിയോടും. അതിനോടൊപ്പം നമുക്കൊരു എഴുത്തുകാരിയെ പരിചയപ്പെടുത്തിയ റെജീന റഹ്മാനോടും ഏറെ സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. ഇപ്പോൾ ഒരു കവയിത്രി എന്ന നിലയിൽ അധികം സംസാരിക്കണില്ല, കാരണം ഇവിടെ എല്ലാവരും സംസാരിച്ചു. അപ്പൊ ഞാനൊരു കവിത ചൊല്ലാം, കാരണം ഇത്രയും കവികൾ ഇവിടെ ഉള്ളപ്പോൾ ഒരു കവിത ചൊല്ലാതെ പോണ ശരിയല്ല എന്ന് തോന്നണം. ഞാനിപ്പോ ചിന്തിച്ചതാണ്, അപ്പൊ അതുകൊണ്ട് നോക്കട്ടെ കേട്ടോ. ഭംഗിയായിട്ടൊന്നും ചൊല്ലാൻ അറിയില്ല, എങ്കിലും ഒരു ശ്രമം. കവിതയാണ് ഞാൻ അധികം എഴുതാറ്. അതുകൊണ്ട് കവിതകൾ ഉണ്ടാകുന്നത് എന്നുള്ള വിഷയത്തെ കുറിച്ചൊരു കവിത ചൊല്ലാം.
ഇരവിന്റെ ഒടുവിലായെത്തുന്ന പുലരിയിൽ വിടരുന്ന പൂവിന്റെ നിറശോഭയൊന്നിനെ ഹൃദയം തുറന്നൊന്നു കാണുന്ന മാത്രയിൽ കവിതയൊന്നറിയാതെയുള്ളിൽ മുളയ്ക്കും. ഇരവിന്റെ ഒടുവിലായെത്തുന്ന പുലരിയിൽ വിടരുന്ന പൂവിന്റെ നിറശോഭയൊന്നിനെ ഹൃദയം തുറന്നൊന്നു കാണുന്ന മാത്രയിൽ കവിതയൊന്നറിയാതെയുള്ളിൽ മുളയ്ക്കും. വെറുതെ ഈ പകലിന്റെ ചിരിമുഖത്തെത്തി നാം ഉണരുന്ന പ്രകൃതിയെ തെല്ലൊന്നു നോക്കിയാൽ തുടരെ പിറക്കുന്ന വിസ്മയ കാഴ്ചയാൽ തെളിയും മനസ്സിന്റെ ഉള്ളിൽ കവിതകൾ. കളകളം ചിരിമുത്തു പൊഴിയുന്ന പുഴയുടെ തീരത്തൊരിത്തിരി നേരം നടക്കുകിൽ സ്ഫടികത്തിൻ തുള്ളികൾ തെരുതെരെ ചിതറുന്ന മിഴിവൊത്ത കാഴ്ചയിൽ കവിതയെ കാണാം. തൊടിയിലെ മാമരക്കൊമ്പിൽ കുറുകുന്ന പക്ഷി തൻ തൂവൽ കൊഴിഞ്ഞൊന്നു വീണാൽ മെല്ലെ അടുത്തതിൻ സ്നിഗ്ധമാം തണുവിനെ തൊട്ടൊന്നു നോക്കിയാൽ പൊട്ടും കവിതകൾ. ചായുന്ന സൂര്യന്റെ കവിളിലെ ചോപ്പിനാൽ ചോക്കുന്നൊരമ്പര സന്ധ്യയെ കാണവേ സർവം മറന്നുള്ളൊരാഹ്ലാദ വായ്പിനാൽ തുടികൊള്ളും ഉൾമനം കവിത തൻ നിറവിനാൽ. സന്ധ്യ തൻ ശ്രീമുഖത്താകാശവീതിയിൽ മെല്ലെ തെളിയുന്നൊരമ്പിളിപ്പാൽക്കുടം തൂവിപ്പരത്തുന്ന സ്മേരപ്പെരുവർഷം നിറയെ കുടഞ്ഞിടും കാവ്യത്തിൻ മുത്തുകൾ. പല ഭാവമുണരുന്ന പ്രകൃതി തൻ ചിത്രങ്ങൾ നിറമേഴുമഴകാർന്നു വൃത്തിയിലേക്കെത്തിയാൽ ഒഴുകാതെയൊക്കുമോ വരികളാൽ നിറയുന്ന കവിത തന്നുറവിന്റെ ദിവ്യപ്രവാഹങ്ങൾ. ഒഴുകാതെയൊക്കുമോ വരികളാൽ നിറയുന്ന കവിത തന്നുറവിന്റെ ദിവ്യപ്രവാഹങ്ങൾ. ഒരിക്കൽ കൂടി ഷീജേച്ചിക്കും വായനശാലയോടും അക്ഷരദീപം പബ്ലിക്കേഷൻസിനോടും ഞങ്ങളുടെ സ്നേഹവും സന്തോഷവും നന്ദിയൊക്കെ അറിയിക്കുകയാണ്. നന്ദി. സന്തോഷം തോന്നി. കാരണം ഇങ്ങനെയൊരു ബുക്കൊക്കെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ഒരു സ്റ്റാഫ് ഇങ്ങനെയൊരു ബുക്ക് എഴുതുകയും ഇത്രയും ഭംഗിയായിട്ട് ഇങ്ങനെയൊരു ചടങ്ങ് നടത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് വളരെ അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. അതുകൂടാതെ ഇത്രയധികം നമ്മുടെ നാട്ടുകാർ കൂടുകയും ഇതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ഞങ്ങളുടെ ഹോസ്റ്റലിൽ കുറേ കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. ഷീജ ഈ ഒരു എഴുത്ത് മാത്രമല്ല കേട്ടോ, ഷീജ നന്നായിട്ട് പാടും കളിക്കും. ഞങ്ങളുടെ ഹോസ്പിറ്റൽ ഡേക്ക് അതുപോലെ തന്നെ ബാക്കി ഞങ്ങൾക്ക് അവിടെ കുറേ ഫങ്ഷനൊക്കെ വരാറുണ്ട്. ഇതിലൊക്കെ ഞങ്ങളാണ് മെയിൻ ആളുകൾ. ഞാനും ഷീജയൊക്കെയാണ് മെയിനായിട്ട് പാട്ടും ഡാൻസിനൊക്കെ മുന്നിട്ട് നിൽക്കാറ്. പക്ഷേ ഈ എഴുതുക എന്നത് ഞാൻ ആദ്യമായിട്ടാണ് അറിഞ്ഞത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഷീജ എനിക്കൊരു കഥ എഴുതിയിട്ട് തന്നു. ഒരമ്മായി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞൊരു കഥ. ഈ കഥ എഴുതിയിട്ട് എനിക്ക് തന്നിട്ട് എന്നോട് വായിക്കാൻ പറഞ്ഞു. ഞാനത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്, അതായത് സാധാരണക്കാരുടെ ഉള്ളിലേക്ക് അവരുടെ ഒരു ചെറുപ്പകാലത്തിലെ ഒരനുഭവം കൊണ്ടുവന്ന ആ ഒരു പ്രതീതി അതെനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ നന്നായിട്ട് ഇരുന്ന് വായിച്ചു. അങ്ങനെ ഞങ്ങളുടെ മോഡേണിൽ തന്നെ ഞങ്ങൾക്കൊരു മോഡേൺ മീഡിയ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അതിൽ ഞങ്ങളുടെ MD തുടങ്ങി എല്ലാവരും ആ ഗ്രൂപ്പിലുള്ളതാണ്. അങ്ങനെ ഞാൻ ആ ഗ്രൂപ്പിലേക്ക് ഈ ഒരു കഥ ഫോർവേഡ് ചെയ്തു. അങ്ങനെ ഈ കഥയെ ഇവരെല്ലാവരും വളരെയധികം ഭംഗിയായിട്ട് എങ്ങനെയാണ് പ്രോത്സാഹിച്ചതെന്ന് എനിക്കറിയില്ല. അത്രയധികം ആളുകൾ ആദ്യമായി എന്നെയാണ് വിളിച്ചത്, ഇതെവിടെ നിന്നാണ് ഈ കഥ കിട്ടിയെന്നുള്ള രീതിയിൽ. പിന്നെ അതിനെ MD അതുകൂടാതെ MD അത് പേഴ്സണലായിട്ട് വിളിച്ച് എന്നെ ഷീജേനെയും സാറിൻ്റെ ക്യാബിനിലേക്ക് വിളിപ്പിക്കുകയും ഒരു ചെറിയൊരു പാരിതോഷികം തന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഷീജ പറയുന്നത് ഞാൻ മുഖാന്തരമാണ് ഇങ്ങനെയൊരു കഥ കൂടുതലായിട്ട് എഴുതാൻ ആൾക്കൊരു പ്രചോദനം കിട്ടിയെന്നാണ്. അതിൽ ഞാൻ വളരെയധികം
എനിക്ക് വളരെയധികം അഭിമാനമാണ് തോന്നുന്നത്. കാരണം ഞാൻ അറിയാതെ, ഞാൻ അങ്ങനെ വിചാരിച്ചു പോയൊരു കാര്യമല്ല, പക്ഷെ ഇത്രയധികം ഷീജ എഴുതുമെന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഷീജയ്ക്ക് അതുപോലെ തന്നെ ഷീജയെ പ്രോത്സാഹിപ്പിച്ച അക്ഷരദീപം, അതുപോലെ അക്ഷര വായനശാല, എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും ഷീജയ്ക്ക് ഒരുപാട് കഥയും അതിനെ തുടർന്ന് ഷീജ പിന്നെ കവിതയും എഴുതിയിരുന്നു. അപ്പം എനിക്ക് അത്ഭുതം ഒന്നും കൂടി, കാരണം ഞാൻ പലപ്പോഴും ശ്രമിച്ചാണ് ഒരു കാര്യങ്ങളാണ്, എനിക്കൊരു ഒരു ലാസ്റ്റ് നിന്ന് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലേ. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഷീജയ്ക്ക് ഇനിയും കൂടുതലായിട്ട് എഴുതാനും, അതുപോലെ തന്നെ ഷീജയുടെ ഈ കഥകളും കവിതകളൊക്കെ നമ്മുടെ മലയാളികൾ മൊത്തം അറിയപ്പെടാനും ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു. ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്ന മഹനീയമായ ഒരു മുഹൂർത്തമാണ് ഷീജയുടെ പുസ്തക പ്രകാശന ചടങ്ങ്. ഈ പുസ്തകം അതേ രൂപത്തിൽ, ഈ പുസ്തക രൂപത്തിൽ ഇവിടെ പ്രസിദ്ധീകരിച്ച് അതിൻ്റെ പുസ്തക പരിചയവും പ്രസാധക മൊഴിയും നമുക്ക് പകർന്നു തന്ന അക്ഷരദീപം മാനേജിംഗ് എഡിറ്റർ ശ്രീ വിജയൻ സാറിനും, അതുപോലെ തന്നെ ഈ പുസ്തകം ഇവിടെ നിന്ന് പ്രകാശന കർമ്മം നിർവഹിക്കാനുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത ഷീജയുടെ തന്നെ സ്വന്തം നാട്, സ്വന്തം വീടിൻ്റെ അടുത്ത അക്ഷര വായനശാല ഭാരവാഹികൾക്കും ഞാൻ ആശംസ അർപ്പിക്കുന്നു. ഈ പുസ്തക പ്രകാശന ചടങ്ങ് നടത്തിയത് എന്തുകൊണ്ടും ആ അനുഗ്രഹീത കരങ്ങൾ ഷീജയുടെ അമ്മ തന്നെ, നമ്മുടെ എല്ലാം കൺകണ്ട ദൈവമായ അമ്മയിൽ നിന്നാണ് നമ്മൾ ആദ്യ ഗുരു കൂടിയാണ് അത് ഏറ്റുവാങ്ങിയ എൻ്റെ അടുത്ത് കൂടിയുള്ള മോഡേൺ ഹോസ്പിറ്റലിലെ നഴ്സ് സ്റ്റാഫായ ബിജി ദേവരാജനും ഞാൻ ആശംസ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ അക്ഷര വായനശാലയുടെ ഭാരവാഹിയായ സുജനപാൽ ഒരു കവി കൂടിയാണ്, വന്നപ്പോൾ തന്നെ ഒരു പുസ്തകം തന്നു, അത് വായിക്കണം. അദ്ദേഹം സ്വാഗതം ആശംസിച്ചു. ഉദ്ഘാടന കർമ്മം നടത്തിയ ശ്രീ ബിനോയ് സാറ്, അദ്ദേഹത്തിനും ഞാൻ ഹൃദയത്തിൽ തൊട്ട് ആശംസ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ഷീജയുടെ പ്രിയപ്പെട്ട നാട്ടുകാരെ, കൂട്ടുകാരെ, കുടുംബാംഗങ്ങളെ എല്ലാവർക്കും ആശംസ പറയുന്നു. ഒപ്പം വിനോയ് സാർ ഒരു നാടകത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ, ഞാനൊരു കൊച്ചു കവിയത്രിയാണ്, ഒരു അഭിനേത്രി കൂടിയാണ്. ഇഷ്ടം കൊണ്ട് സ്കൂളിൽ നിന്ന് ലീവ് എടുത്ത്, ഞാൻ മലയാള അധ്യാപികയാണ്, 15 നാടകത്തിലായി, ഇപ്പൊ 2 ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒന്നും പ്രതിഫലമില്ലാതെ. ഞങ്ങളുടെ അവിടെ കുറെ കലാകാരന്മാരുണ്ട്, ബാങ്ക് മാനേജറൊക്കെ, അപ്പൊ അത് ഇഷ്ടം കൊണ്ട് ചെയ്യുന്നു. അങ്ങനെയൊക്കെ പോകുന്നു. പ്രത്യേകം പറഞ്ഞു ടീച്ചറെ ഇന്ന് വരണം എന്ന്. അതുപോലെ ഷീജ ഒരു ഓർമ്മക്കുറിപ്പാണ് പുസ്തകം, പക്ഷെ ഒരു നല്ല കഥാകൃത്ത് കൂടിയാണ്. കഥ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല ടീച്ചറെ എന്ന് പറയാറുണ്ട്. കഥ അതുപോലെ അതിന് കവയത്രി കൂടിയാണെന്ന് ഇതിനകം തെളിയിച്ചു കഴിഞ്ഞു. അതുപോലെ പാട്ടും ഈ 2 വരിയൊക്കെ എനിക്ക് മൂളിത്തരാറുണ്ട് എന്തുകൊണ്ടും. പിന്നെ മറ്റൊരു കാര്യം, ഇന്ന് ആ തിരഞ്ഞെടുത്ത ഇടം, അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് വാക്കുകളും വാചകങ്ങളും, അവിടെ നിന്നാണ് നമ്മൾ എഴുത്തിൻ്റെ മേഖലയിലേക്ക് വരുന്നത്. ഈ വായനശാലാങ്കണത്തിന്റെ തിരുമുറ്റത്ത് വെച്ച് തന്നെ ആ പുണ്യകർമ്മം നിർവഹിച്ചു. അതും സ്വന്തം നാട്ടിൽ. നമ്മൾ പറയാറില്ലേ, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന്. മുറ്റത്തെ മുല്ലയ്ക്ക് ഏറെ സൗരഭ്യമുണ്ട് എന്ന് കൂടി അത് തെളിയിച്ചു. നാട്ടുകാരെ, വീട്ടുകാരെ ഉറപ്പായിട്ടും. നമ്മുടെ സിപ്പി പള്ളിപ്പുറമൊക്കെ അദ്ദേഹത്തെയായിട്ട് ഞാനൊരു 7 വർഷം ഞങ്ങൾ ഒരു ഇതിലുണ്ട്. ഏപ്രിൽ 24 പെരിയാറിന്റെ തീരത്ത് എല്ലാ ഏപ്രിൽ 24 ഞങ്ങൾ കൂടും. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഈ കൊച്ചു കവിയത്രിക്ക് ഒരു 6-7 അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർത്തോളൂ, ഷീജ പള്ളിപ്പുറം മറ്റൊരു എഴുത്തുകാരിയായി മാറും എന്നുള്ളത് ഞാൻ എന്താ പറയാ, ഒട്ടും സംശയിക്കാതെ തന്നെ പറയുന്നു. അതുപോലെ തന്നെ ഷീജയുടെ ആതുരസേവനം അല്ലേ, നമ്മുടെ മുന്നില് പുസ്തകങ്ങളും ഫയലുകളും അല്ല ടീച്ചറെ എന്ന് പ്രിൻസിപ്പാൾ പറയാറുണ്ട്. ജീവനുള്ള കുട്ടികളാണെന്ന് എപ്പോഴും. അതുപോലെ തന്നെ ആ മനുഷ്യ ജീവന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സാന്ത്വനവും സാമീപ്യവും ആശ്വാസവുമായി അവരുടെ മുന്നിലേക്ക് ഓടിയെത്തും. രോഗികൾക്കൊരാശ്വാസമാണ്. നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കും, എന്നിട്ടും ഞാനിങ്ങനെ ആലോചിക്കും, ഇവിടെ വന്ന് പിറ്റേ ദിവസം ഉണർവോടുകൂടി ജോലിക്ക് പോകാൻ നമ്മളിവിടെ ഉറങ്ങണം അല്ലേ, ഉറങ്ങണം, ആരോഗ്യത്തിൻ്റെ ഒരു കാര്യം. പക്ഷേ എങ്ങനെയാണ് ഷീജ എഴുതുന്നത്? ഉറങ്ങേണ്ട സമയത്തെ അപഹരിച്ചുകൊണ്ടാണ് തൻ്റെ സൃഷ്ടി നടത്തുന്നത്. അതിന് ഞാൻ ഷീജയെ ബഹുമാനിക്കുന്നു. ഭൂതക്കാറ്റ് എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ വായിച്ചിട്ടില്ല പുസ്തകം, ഞാൻ ഒരെണ്ണം വാങ്ങും. എങ്കിലും നമ്മുടെ വിജയൻ സാർ അതിൻ്റെ ഒരു രത്നച്ചുരുക്കം പറഞ്ഞു, ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം അല്ലേ, ആത്മാവിൻ്റെ നഷ്ടവസന്തമാണ്. എങ്കിലും ആ ഓർമ്മ, ഭൂതക്കാറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭാവിയും വർത്തമാനവുമല്ല, നല്ല ഓർമ്മകൾ ദുഃഖവും നമുക്ക് സന്തോഷവും തരുന്നു. ആ കാറ്റ് പോലെ ഓർമ്മകളെ തഴുകി തലോടി
മുന്നോട്ടുള്ള പ്രയാണമാവട്ടെ ഷീജയുടെ എഴുത്തിൻ്റെ മേഖലയിലേക്ക്. ഇനിയും ഒരുപാട് സൃഷ്ടികൾ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുന്ന ഉദയൻ എന്ന് പറഞ്ഞ ആൾക്കും ഞാൻ എൻ്റെ ആശംസ അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നാട്ടുകാരെ, വീട്ടുകാരെ, ഇതിൻ്റെ ഭാരവാഹികളെ എല്ലാവർക്കും ആശംസ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ ഒരു കവിത ഭയങ്കര മാനസിക വ്യഥയെന്ന് ഞാനൊരു കവിത എഴുതി, വെറുതെ എന്ന് പറഞ്ഞിട്ട്. എൻ്റെ ഹസ്ബൻഡ് കൃഷ്ണകുമാറിൻ്റെ മനസ്സിൽ ഓർത്തു മാത്രം ഒരു 15 മിനിറ്റ് കൊണ്ട് ഞാൻ എഴുതിയൊരു കവിതയാണ്. പക്ഷെ അതൊരുപാട് നല്ലൊരു അഭിപ്രായം കിട്ടിയൊരു കവിതയാണ്. ആ ഒരു കവിത വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ചൊല്ലട്ടെ. മറക്കാനാവില്ല എങ്കിലും അറിയാതെ മോഹിക്കുന്നു, ഒരു വേളയെങ്കിലും മറക്കാൻ കഴിഞ്ഞെങ്കിലെന്ന്. അകതാരിൽ നിന്നോർമ്മകളിൽ അകക്കണ്ണു നിറയുന്നു, ഇടനെഞ്ചു പിടയുന്നു. അകതാരിൽ നിന്നോർമ്മകളിൽ അകക്കണ്ണു നിറയുന്നു, ഇടനെഞ്ചു പിടയുന്നു. കണ്ണീരാൽ നനഞ്ഞ എൻ കപോലങ്ങളിൽ നിന്റെ സ്നേഹസ്പർശനവും ഞാൻ അറിയുന്നു. കാണാതെ കാണുന്നു നിൻ കണ്ണിലെ സ്നേഹസാഗരം. കേൾക്കാതെ കേൾക്കുന്നു നിന്റെ സ്വരഗാംഭീര്യം. കേൾക്കാതെ കേൾക്കുന്നു നിന്റെ സ്വരഗാംഭീര്യം. നിന്റെ കരവലയത്തിലൊതുങ്ങി ഞാൻ നിൽക്കുമ്പോൾ കേൾക്കുന്നു വീണ്ടും നിൻ ഹൃദയതാളങ്ങൾ. നിന്റെ കരവലയത്തിലൊതുങ്ങി ഞാൻ നിൽക്കുമ്പോൾ കേൾക്കുന്നു വീണ്ടും നിൻ ഹൃദയതാളങ്ങൾ. വൃഥാ മോഹിക്കുന്നു വീണ്ടും ഞാനൊരു വേളയെങ്കിലും മറക്കുവാൻ കഴിഞ്ഞെങ്കിലെന്ന്. നീലാകാശച്ചെരുവിൽ നിശയെ പുണരാൻ വന്ന പൊൻതാരകം നീയായിരുന്നെങ്കിൽ വെറുതെ മോഹിക്കുന്നു ഞാൻ, വെറുതെ കാത്തിരിക്കുന്നു ഞാൻ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നേരമില്ലെന്നാർക്കും നേരമില്ല, നേർക്കുനേർ നോക്കുവാൻ നേരമില്ല. നേരെ ഇരുന്നിട്ടു നേരിന്റെ പാതയിൽ നേരെ നടക്കുവാൻ നേരമില്ല. പിന്നെ സെൽഫോണിലാണിന്നു ജീവിതങ്ങൾ. പോയൊരു കാലത്തെ ഓർമ്മയിൽ നിന്നും വേറിട്ട കാലം വിരുന്നു വന്നു. ഉണരുന്ന നേരത്തു നെഞ്ചോട് ചേർക്കും ഉറക്കത്തിലും കൈവിടാത്തതെന്തേ. ഒന്നതിൽ ഈ ലോകം എമ്പേ തെളിയുന്നു, മറ്റതിൽ പോയി മുഖവേഷം തെളിയുന്നു. പിന്നെ സെൽഫോണിലാണിന്നു ജീവിതങ്ങൾ. അമ്മതൻ പൊന്മുഖം കാണാറുമില്ല, അച്ഛന്റെ സാമീപ്യം അറിയാറുമില്ല. സോദരി സോദരർ മിണ്ടാട്ടമില്ല, ചാരെ വസിക്കുന്നോർ അറിയാറുമില്ല. മരണമാ വീട്ടിലും കല്യാണ വീട്ടിലും ആളുകൾ തിങ്ങി നിറയുന്ന നേരത്തു മിണ്ടാട്ടമില്ല, വിതുമ്പലില്ല. പിന്നെ സെൽഫോണിലാണിന്നു ജീവിതങ്ങൾ. കൺമുൻപിൽ അപകടം ഒന്നു നടന്നാൽ രക്ഷയ്ക്കതെത്തുവാൻ ഇന്നാരുമില്ല. ചോരയതുവാർന്നൊരു ജീവന്റെ കൂടെ സെൽഫി എടുക്കാൻ തിടുക്കമേറെ. പിന്നെ സെൽഫോണിലാണിന്നു ജീവിതങ്ങൾ. കുഞ്ഞിളം പൈതൽ കരയുന്ന നേരത്തു താരാട്ടു പാടുവാൻ നേരമില്ല. പൂമുഖവാതിലിൽ സ്നേഹം വിടർത്തുവാൻ പൂന്തിങ്കളാകുന്ന ഭാര്യയില്ല. കണ്ടാലറിയില്ല, മിണ്ടാനറിയില്ല, നേരെ നടക്കുവാൻ നേരമില്ല. എന്തിനു ഏറെ പറയുന്നു നിത്യവും സെൽഫോണിലാണിന്നു ജീവിതങ്ങൾ. നന്ദി, നമസ്കാരം. അക്ഷരങ്ങളോട് പറയാനുള്ളത് അത് കഴിഞ്ഞാൽ എനിക്ക് ഷീജക്ക് ഒരു 2 വരിയുണ്ട്. അതാണ് ഞാൻ ശരിക്കും സുജിന ബാലനോട് പറഞ്ഞത്. പക്ഷേ നമ്മൾ അറിവിന്റെ കാര്യത്തിൽ എത്ര പിന്നോട്ടാണ്, വെറും ഒരു 0 ആണല്ലാന്ന് ഓർത്തപ്പോൾ എഴുതിപ്പോയതാണ് അടുത്ത വരി. അത് പൂർണ്ണമാക്കിയിട്ടൊന്നുമില്ല, സാറ് ക്ഷമിക്കണം, നിങ്ങൾ അറിവുള്ളവര് കവികൾ കേട്ടാ. ഞാനൊരു കവിയൊന്നുമല്ല.
അക്ഷരാരണ്യകേ അക്ഷരേ നിന്റെ അക്ഷരാരണ്യക പൂങ്കാവനികയിൽ ഭിക്ഷുവായി ജ്ഞാന ഭിക്ഷുവായി നിൽപ്പു ഞാൻ. അല്പകാലമേ ബാക്കിയുള്ളെന്നെ മൃത്യു വന്നു പുൽകുവാൻ. ഇഷ്ടമല്ലെനിക്കൊട്ടു നേരവും ഈ പൃഥ്വി വിട്ടു പോകുവാൻ. 5-10 ആണ്ടുകൾ മുന്നേ വന്നു ധരണിയിൽ പാഴ്ദിനങ്ങളാണതിലേറെയും. യുവത്വമാർജിച്ചു കരുത്തു നേടണം ബാക്കിയുള്ള നാളുകൾ. സംവദിക്കുന്നു ഞാൻ അക്ഷരേ ജ്ഞാനവാരിതേ നിന്റെ പുസ്തകത്താളുമായിന്നു ഞാൻ. കാലമെത്രയോ കഴിഞ്ഞുപോയി നിൽക്കയാണിപ്പോഴും. ശൂന്യമാണിന്നും ഈ ഭിക്ഷുവിൻ പാത്രവും. ശൂന്യമാണിന്നും ഈ ഭിക്ഷുവിൻ പാത്രവും. അവളുടെ വാക്കുകൾ, അവൾ സംസാരിച്ചത്, എന്നോട് ഇതിന് മുന്നേ സംസാരിച്ചത്, ഞാനിപ്പോൾ ആ ബുക്ക് വായിച്ചിട്ടില്ല, പക്ഷെ സാറ് സംസാരിച്ചപ്പോൾ അതെത്ര സ്വാദിഷ്ടമാണെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടുവരികയുള്ളട്ടാ. അമ്മയിൽ നിന്നൊരു പൊന്നോമന നൈർമല്യമാമതു ഉണ്ണുന്നതു പോലെ എത്ര മനോജ്ഞമാം നിൻ ഭാഷണം. എന്തിതു ചാലിച്ചു ചേർക്കുന്നു നീതിൽ ഇത്ര സ്വാദിഷ്ടമായിടുവാൻ. ഉപ്പും മുളകും ഒഴിഞ്ഞു വെച്ചിന്നു ഞാൻ നിന്നിൽ കണ്ണീറു തട്ടാതിരിക്കാൻ. നിന്നിൽ കണ്ണീറു തട്ടാതിരിക്കാൻ. വ്യക്തത പറയുന്നതിനായി അക്ഷരവായനശാല ലൈബ്രറിയൻ ശ്രീമതി അശ്വതിയെ ക്ഷണിക്കുന്നു. അശ്വതിയെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട, ഇവിടെ നമ്മുടെ നാട്ടുകാർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എങ്കിലും അക്ഷരദീപത്തിന്റെ പ്രവർത്തകരെയും ഈ എഴുത്തുകാരെയും ഒന്ന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. 100 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം നടത്തിയപ്പോൾ ആ മിശ്രഭോജനത്തിൽ പങ്കെടുത്തത് അശ്വതിയുടെ പിതാമഹനായിട്ടുള്ള ശ്രീ കണ്ണനാണ്. കണ്ണന്റെ കൊച്ചുമകളാണ് അശ്വതി. നമസ്കാരം. ഇവിടെ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ച ചേച്ചി സാറിനോട് ഇങ്ങനെ ഒരു നല്ലൊരു എന്താ പറയുക, എനിക്കിപ്പോൾ അറിയില്ല, ഞാൻ പറയാം. നമ്മുടെ അധ്യക്ഷൻ സദാശിവൻ ചേട്ടനും പിന്നെ ഉദ്ഘാടനം ചെയ്ത വിനോദ് സാറിനും പിന്നെ ഇവിടെ കൂടിയ എല്ലാ ശിഷ്ടുക്കൾക്കും പിന്നെ നമുക്ക് നമ്മുടെ അക്ഷരവായനശാലയ്ക്ക് പുസ്തകം തന്ന അക്ഷരദീപം പബ്ലിക്കേഷൻസിനും പിന്നെ നമ്മുടെ ഈ പരിപാടി നല്ല ഭംഗിയാക്കാൻ നല്ലോണം പ്രവർത്തിച്ച നമ്മുടെ അക്ഷരവായനശാല പ്രവർത്തകർക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ പേരിലും അക്ഷരവായനശാല പേരിലും നന്ദി പറയുന്നു.